നമസ്കാരം. ഗൾഫ് വാർത്തകളുമായി നിഷി മണികണ്ഠൻ. UAE-യിൽ നാളെ മുതൽ വീണ്ടും മഴയ്ക്ക് സാധ്യതയെന്ന ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. എന്നാൽ വരും ദിവസങ്ങളിൽ വരാനിരിക്കുന്ന മഴയുടെ കാര്യത്തിൽ ആശങ്ക വേണ്ടെന്ന് അധികൃതർ അറിയിച്ചു. താരതമ്യേന തീവ്രത കുറഞ്ഞ മഴയായിരിക്കും ലഭിക്കുക. അതേസമയം ഖത്തറിലും ഒമാനിലും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട്. ന്യൂനമർദ്ദം നിലനിൽക്കുന്നതിനാൽ വാദികൾ നിറഞ്ഞൊഴുകുന്ന തരത്തിലുള്ള മഴയാണ് ഒമാനിൽ പ്രതീക്ഷിക്കുന്നത്. നാളെ മുതൽ വ്യാഴാഴ്ച വരെയാണ് മഴ പ്രതീക്ഷിക്കുന്നത്. ശക്തമായ ഇടിമിന്നലിനും കാറ്റിനും സാധ്യതയുണ്ട്. ബൊറൈമി, നോർത്തൽ ബാത്തിന, സൗത്തൽ ബാത്തിന, അൽദാഹിറ, മസ്കത്ത്, അൽദാഖിലിയ, നോർത്തേൺ സൗത്ത് ഷർഖിയ, മുസന്തം എന്നീ ഗവർണറേറ്റുകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത്. പ്രതികൂല കാലാവസ്ഥയിൽ ദുരിതമനുഭവിക്കുന്ന എല്ലാവരെയും സഹായിക്കുമെന്ന് ദുബായ് കിരീടാവകാശിയും എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും പറഞ്ഞു. മഴക്കെടുതികൾ പരിഹരിക്കാനായി ഒട്ടേറെ സംരംഭങ്ങൾക്ക് ഷെയ്ഖ് ഹംദാൻ അംഗീകാരം നൽകിയിട്ടുണ്ട്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാനും എമിറേറ്റിനെ പൂർവ്വസ്ഥിതിയിലാക്കാനും സർക്കാർ സ്ഥാപനങ്ങളുടെ മേധാവികളുമായി അദ്ദേഹം യോഗം ചേർന്നിരുന്നു. ദുരന്തബാധിത പ്രദേശങ്ങളിലെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനും അടിയന്തര പരിഹാരം കാണുന്നതിനും പ്രത്യേക സംഘങ്ങളെ നിയോഗിച്ചിട്ടുണ്ട്. അതേസമയം സർക്കാർ മേഖലയിലുള്ളവർക്ക് ഈ മാസത്തെ ശമ്പളം ഏപ്രിൽ 23 നൽകാനും ഉത്തരവായിട്ടുണ്ട്. ദുബായിയെയും അബുദാബിയെയും ബന്ധിപ്പിക്കുന്ന പ്രധാന ഹൈവേകളിലൊന്നായ ഷെയ്ഖ് മക്തൂം ബിൻ റാഷിദ് റോഡ് തുറന്നതായി ITC അധികൃതർ അറിയിച്ചു. മഴയെ തുടർന്ന് അടച്ചിട്ട മറ്റു ചില റോഡുകളിലും തുരങ്കപാതയിലും ഗതാഗതം പുനഃസ്ഥാപിച്ചതായി RTA അറിയിച്ചു. ബെയ്റൂട്ട് സ്ട്രീറ്റിന്റെയും അൽനഹദ സ്ട്രീറ്റിന്റെയും ഇന്റർസെക്ഷനിലുള്ള തുരങ്കപാത, അൽമൈദാൻ സ്ട്രീറ്റ് എന്നിവയും ഗതാഗത യോഗ്യമാക്കിയിട്ടുണ്ടെന്ന് ദുബായ് RTA അറിയിച്ചു. അൽസുയൂഹിലെയും കൽബയിലെയും പ്രളയബാധിത പ്രദേശങ്ങൾ ഷാർജ ഉപഭരണാധികാരി ഷെയ്ഖ് സുൽത്താൻ ബിൻ അഹമ്മദ് ബിൻ സുൽത്താൻ അൽ ഖാസിമി സന്ദർശിച്ചു. വെള്ളപ്പൊക്കം കാരണം അൽസുയൂഹിൽ നിന്ന് 334 കുടുംബങ്ങളെയാണ് ഹോട്ടലുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുള്ളത്. കൽബയിലെ നഗരപ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. വ്യവസായ മേഖലകളായ സനയ്യ 1-2 പ്രദേശങ്ങൾ ഇപ്പോഴും വെള്ളത്തിലാണ്. ദുരിതബാധിതർക്കായി മുനിസിപ്പാലിറ്റി പോലീസ് സേവനങ്ങൾ തുടരുന്നുണ്ട്. കടകളിലും മറ്റ് വാണിജ്യ സ്ഥലങ്ങളിലും വെള്ളം കയറിയ നിലയിലാണ്. അബുഷാഗരയിലും മറ്റും കെട്ടിക്കിടക്കുന്ന വെള്ളത്തിന് നിറംമാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട്. ദുർഗന്ധം വമിക്കുന്ന വെള്ളത്തിലിറങ്ങരുതെന്ന് ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അബുഷാഗര, അൽവാദ, കിങ് ഫൈസൽ റോഡ് എന്നിവിടങ്ങളിലാണ് വെള്ളക്കെട്ട് ഇപ്പോഴും രൂക്ഷമായിട്ടുള്ളത്. മിക്ക വാഹനങ്ങളും വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. വെള്ളം കയറി നാശനഷ്ടം സംഭവിച്ച വാഹനങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ കിട്ടില്ലെന്നറിഞ്ഞതോടെ വാഹനയുടമകൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. അതേസമയം പ്രളയം മൂലമുണ്ടായ നാശനഷ്ടം വിലയിരുത്താൻ ഷാർജ ഭരണാധികാരി ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി നിർദ്ദേശം നൽകി. ഫുജൈറ മലയോര മേഖലകൾ, കൽബയിലെ താമസ മേഖലകൾ എന്നിവിടങ്ങളിലെ വെള്ളക്കെട്ട് നീക്കാൻ ബന്ധപ്പെട്ട അധികാരികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കനത്ത മഴയിൽ കേടുപാടുകൾ പറ്റിയ വാഹനങ്ങളുടെ വിവരങ്ങൾ ശേഖരിക്കാൻ അജ്മാൻ പോലീസ് നേരിട്ട് രംഗത്തിറങ്ങി. കേടുപറ്റിയ വാഹനങ്ങൾക്ക് ലോസ്റ്റ് ആൻഡ് ഡാമേജ് സർട്ടിഫിക്കറ്റ് സേവനം നൽകാനുള്ള സംരംഭത്തിന്റെ ഭാഗമായാണിത്. ഇതുപ്രകാരം താമസക്കാർ പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തേണ്ടതില്ല. അജ്മാൻ പോലീസ് പട്രോളിംഗ് സംഘം എമിറേറ്റിന്റെ വിവിധ പ്രദേശങ്ങളിൽ പരിശോധന നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് വെള്ളക്കെട്ടിൽ കുടുങ്ങിക്കിടക്കുന്ന വാഹനങ്ങളെല്ലാം പരിശോധിക്കുന്നുണ്ട്. നമ്പർ പ്ലേറ്റുകൾ നഷ്ടപ്പെട്ട വാഹനങ്ങൾക്ക് അത് ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അപേക്ഷ ലഭിക്കാതെ തന്നെ 46% പേർക്കും പോലീസ് ആപ്പ് വഴി സർട്ടിഫിക്കറ്റുകൾ നൽകിയെന്ന് അധികൃതർ വ്യക്തമാക്കി. 60 വയസ്സ് പൂർത്തിയായവർക്ക് RSV വാക്സിൻ ഇപ്പോൾ ലഭ്യമാണെന്ന് സൗദി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ശ്വാസകോശ സംബന്ധമായ അണുബാധകൾക്കുള്ള ഒരു പ്രധാന കാരണമാണ് RSV വൈറസ്. ഈ വൈറസ് ബാധിതർക്ക് ഹൃദയാഘാത സാധ്യത കൂടുതലാണെന്ന് മന്ത്രാലയം അറിയിച്ചു. വാക്സിൻ ബുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് മന്ത്രാലയത്തിന്റെ സഹദി ആപ്പ് ഉപയോഗിക്കാമെന്ന് അധികൃതർ അറിയിച്ചു. ഇതോടെ ഗൾഫ് വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.